ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും യൂസറിൻ്റെയും ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ യൂഷ്വലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് 4 കോമ്പണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ, പ്രോഗ്രാംസ് ആൻഡ് യൂസേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൽ എന്തൊക്കെ വരും? അസംബ്ലർ, ടെക്സ്റ്റ് എഡിറ്റർ, ഡാറ്റാബേസ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതിൻ്റെ ഒരു യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേർഡ്, സ്പ്രെഡ്ഷീറ്റ്, കമ്പൈലേഴ്സ്, വെബ് ബ്രൗസേഴ്സ് ഒക്കെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് CPU ആവാം, മെമ്മറി ആവാം, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആവാം. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അലോക്കേറ്റ് ഹാർഡ്വെയർ റിസോഴ്സസ് ഫോർ റണ്ണിങ് ദി ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അതായത് OS എന്ന് പറയുന്ന ഒരു റിസോഴ്സ് അലോക്കേറ്ററായിട്ടും കൺട്രോൾ പ്രോഗ്രാമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈപ്പാണ് ബാച്ച് സിസ്റ്റംസ്. ബാച്ച് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസർ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ടല്ല ഇൻട്രാക്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത് വെച്ചാൽ യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജോബ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്. അപ്പോൾ ആ ടാസ്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോബ് എന്ത് ചെയ്യുന്നുണ്ട്? സിമിലർ നീഡ്സിനനുസരിച്ചിട്ട് ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജോബ്സിനെ ബാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിങ് സ്പീഡപ്പ് ചെയ്യുന്നത്. ഇത് ബാച്ച് സിസ്റ്റം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? സിമിലർ നീഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ജോബ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാച്ച് ആക്കിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ജോബ് യൂഷ്വലി എന്തായാലും പഞ്ച് കാർഡ്സിൻ്റെ ഫോമിലാണ് ഉണ്ടാവുക. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്താണ്? കുറേയധികം മിനിറ്റ്സ് ഇല്ലെങ്കിൽ അവേഴ്സ് എടുക്കും, ഡേയ്സ് എടുക്കും. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിൻ്റെ മേജർ ടാസ്ക് എന്ന് പറയുന്നത്, ബാച്ച് സിസ്റ്റത്തിൻ്റെ മേജർ ടാസ്ക് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കൺട്രോള് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമിലർ റിക്വയർമെൻറ്റ്സ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റർ ഈ പ്രോഗ്രാംസ് ബാച്ചസ് ആയിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ ബാച്ചും റൺ ചെയ്യും. അപ്പോൾ അതാണ് ബാച്ച് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റംസ്. മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റം എന്ന് പറയുന്നത് CPU-ൻ്റെ യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ OS എന്ത് ചെയ്യുന്നുണ്ട്? സെവറൽ ജോബ്സ് മെമ്മറിയിൽ സൈമൾട്ടേനിയസ്ലി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോബ്സ് എന്ന് പറയുന്നത് CPU-ന് എന്തായിരിക്കും? ഓൾവേസ് ഒന്നെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ CPU-ൻ്റെ യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് ഇപ്പോൾ കുറേയധികം സെവറൽ ജോബ്സ് മെമ്മറിയിലേക്ക് കയറാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇനഫ് റൂം ഉണ്ടാവില്ല എല്ലാത്തിനെയും കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സിസ്റ്റത്തിന് അതിൽ ജോബ്സിൽ സെലക്ട് ചെയ്യണം. കുറേ ജോബ്സ് ഉണ്ട്. അപ്പോൾ ആ ജോബ്സിലെ സിസ്റ്റം എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ജോബ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. കുറേ ജോബ്സ് മെമ്മറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡിയാണ്, പക്ഷെ എന്താണ് അവിടെ എനഫ് മെമ്മറി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ജോബ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ജോബ് ഷെഡ്യൂളിംഗ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മെമ്മറിയിലേക്ക് പ്രോഗ്രാം കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ ജോബ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ടൈം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ റെഡിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സിസ്റ്റത്തിന് അതിൽ നിന്നും ചൂസ് ചെയ്യണം. അപ്പോൾ ആ ചൂസ് ചെയ്യുന്നതിനെയാണ് CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് ടൈം ഷെയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് സിസ്റ്റം.
അപ്പം മൾട്ടി ടാസ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോജിക്കൽ എക്സ്റ്റൻഷനാണ്. മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷനാണ് മൾട്ടി ടാസ്കിങ്. അതായത് മൾട്ടിപ്പിൾ ജോബ്സ് എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്യും. അപ്പോൾ അതിനെന്തുണ്ടാവും, ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അതായത് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻട്രാക്ട് വിത്ത് ഈച്ച് പ്രോഗ്രാം വൈൽ ഇറ്റ് ഈസ് റണ്ണിങ്. അതേപോലെ ഓരോ യൂസറിനും എന്താണ് ലിറ്റിൽ CPU ടൈം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സും പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, മെമ്മറിയിലുള്ള ഒരു ഇതാണ് പ്രോഗ്രാം. പക്ഷെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ മെമ്മറി ഒരു പ്രോഗ്രാം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു അത് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ഒരു പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ നാലാമത്തത് മൾട്ടി പ്രോസസ്സർ സിസ്റ്റം ഉണ്ട്. മൾട്ടി പ്രോസസ്സർ എന്ന് വെച്ചാൽ എന്താണ്, മൾട്ടിപ്പിൾ പ്രോസസ്സർ ഉണ്ടാവും. അതായത് മോർ ദാൻ 1 CPU ഉണ്ടാവും. ഇതിനെ പാരലൽ സിസ്റ്റം എന്നും അതേപോലെ ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം എന്നും പറയും. സിമെട്രിക് ഉണ്ട്, അസിമെട്രിക് ഉണ്ട്. സിമെട്രിക് എന്ന് വെച്ചാൽ each processor runs an identical copy of the OS and these copies communicate with one another as needed. അസിമെട്രിക് എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സും ഒരു സ്പെസിഫിക് ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അഞ്ചാമത്തെയാണ് ക്ലസ്റ്റർ സിസ്റ്റംസ്. അതായത് ടു കംപ്ലീറ്റ് ലാർജ് ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ CPUs LAN യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ക്ലസ്റ്റർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓരോ CPU എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ സ്റ്റോറേജ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ റിയൽ ടൈം സിസ്റ്റം ഉണ്ട്. റിയൽ ടൈം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതൊരു റിജിഡ് ടൈം മാനർ ഉണ്ടാവും. സെൻസേഴ്സാണ് ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ബ്രിങ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ടൈം കൺസ്ട്രെയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പെർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, എറർ കാണിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഫെയിൽ. അതായത് ഒരു ATM പോയിട്ട് പിന്നടിക്കാനുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു ഓപ്പറേഷൻ എന്താവും, ഫെയിലാവും എന്നുള്ളതാണ് പറയുന്നത്.